റിപ്പോർട്ടർ ഈവനിംഗ് ബ്രേക്കിംഗ്. മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റിൽ ഹാക്കിംഗ്. ഉടമയറിയാതെ വാഹനത്തിന്റെ RC മേൽവിലാസം വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് മാറ്റിയതായി പരാതി. അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുവള്ളി ജോയിന്റ് RTO കോഴിക്കോട് RTOയ്ക്ക് പരാതി നൽകി. തട്ടിപ്പിന് പിന്നിൽ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഏജൻസിയാണെന്നാണ് സംശയം. ഐശ്വര്യ RC ഡൗൺലോഡ് ചെയ്തത് അനിയന്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. അതിലോട്ട് OTP വരും. ആ OTP വെച്ചിട്ടാണ് നമുക്ക് ഈ RC ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുക. ആ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ RC കൊണ്ട് നമ്മളെ പാർട്ടിയുടെ അടുത്ത് പോയതാ ബാക്കി പൈസക്ക് വേണ്ടിയിട്ട്. പൈസക്ക് വേണ്ടി പോയപ്പോഴാണ് അവർ പറയുന്നത് ഇതിപ്പോ നിങ്ങളെ പേരിലല്ല വണ്ടി, ഇത് ഞങ്ങളെ പേരിലാണ്. ഓല് ഡൗൺലോഡ് ചെയ്ത് മാർച്ച് 28 ഒരു 20 ദിവസം ഗ്യാപ്പിലാണ്. 20 ദിവസം ഗ്യാപ്പിൽ ഓല പേരിലേക്ക് RC ചേഞ്ച് ചെയ്തു. അവരുടെ മൊബൈൽ നമ്പറും ചേഞ്ച് ചെയ്തു. അതെങ്ങനെ മാറിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇപ്പൊ നിങ്ങൾ RTOയ്ക്കും പോലീസിലും പരാതി കൊടുത്തു? ഞങ്ങൾ RTOയിലും പോലീസിലും പരാതി കൊടുത്തിട്ടുണ്ട്. ഓല അത് അന്വേഷിക്കാന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. VS രഞ്ജിത്ത് നമുക്കിപ്പം. VS രഞ്ജിത്ത്, പരാതിക്കാരൻ നേരിട്ടത് ഒരു വിചിത്രമായ രീതിയിലുള്ള തട്ടിപ്പിനാണല്ലോ. അതായത് RTOയുടെ വെബ്സൈറ്റിൽ കയറാതെ ഈ ഒരു മാറ്റം നടത്താൻ സാധിക്കില്ല. ഉടമ അറിയാതെ മേൽവിലാസം മാറ്റുന്നു, ഫോൺ നമ്പർ മാറ്റുന്നു. ഇതൊക്കെ അദ്ദേഹം കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഇത് മനസ്സിലാക്കാനേ കഴിയാതെയും പോകുമായിരുന്നല്ലോ. ഇതേക്കുറിച്ച് എന്താണ് പറയുന്നത്? ഈ വെബ്സൈറ്റിലൊക്കെ ഇങ്ങനെ ഹാക്ക് ചെയ്യാൻ മാത്രം ആ രീതിയിലുള്ള ക്രമക്കേടുകളൊക്കെ നടത്താൻ മാത്രം പാകത്തിൽ കിടക്കുകയാണോ? സാധാരണഗതിയിൽ ഉടമയുടെ ഫോൺ നമ്പറിലേക്ക് വരുന്ന വൺ ടൈം പാസ്വേഡ് ഉപയോഗിച്ച് മാത്രമേ ഈ ഉടമയുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ അഡ്രസ്സും ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഈ കേസിനകത്ത് ഈ കൊടുവള്ളി സ്വദേശിയായിട്ടുള്ള വ്യക്തിയുടെ മൊബൈൽ ഫോണിലേക്ക് അത്തരത്തിൽ ഒരു OTP വന്നിട്ടില്ല. അങ്ങനെ RC ഓണർഷിപ്പോ അതിൻ്റെ മേൽവിലാസമോ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അപേക്ഷയും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഉടമ അറിയാതെ മാറ്റിയിട്ടുള്ളത് വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ടാണ് എന്ന സംശയമാണ് RTO പ്രകടിപ്പിക്കുന്നത്. ഇതിനു മുൻപും സമാനമായിട്ടുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് AI കേസുകൾ, AI രജിസ്റ്റർ ചെയ്യുന്ന, AI മുഖാന്തരം രജിസ്റ്റർ ചെയ്യുന്ന പിഴകൾ അടയ്ക്കാൻ പോലും ഇത്തരത്തിൽ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് സഹായിക്കാറുണ്ട്. ഈ OTP നൽകിയാൽ മാത്രമേ, ഇപ്പോൾ നമ്മുടെ വാഹനത്തിന് ഏതെങ്കിലും തരത്തിൽ AI ഒരു പിഴ ചുമത്തിയാൽ, AI ക്യാമറയിൽ പിഴ ചുമത്തിയാൽ ആ പിഴ അടയ്ക്കണമെങ്കിൽ ഉടമയുടെ നമ്പറിലേക്ക് ഒരു OTP വരേണ്ടതുണ്ട്. ആ OTP നൽകിയാൽ മാത്രമേ പിഴ അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇത്തരം ഏജൻസികൾ, ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇത്തരം ഏജൻസികൾ ഈ വൺ ടൈം പാസ്വേഡ് ഇല്ലാതെ തന്നെ ഇത്തരത്തിൽ പിഴ അടച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ RC ഓണർഷിപ്പ് മാറ്റാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൊടുവള്ളി RTOയിൽ തന്നെ സമാനമായ മറ്റ് 2 പരാതികൾ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം പരാതികൾ വരുന്ന ഘട്ടത്തിലാണ് ഇത് പരിശോധിച്ചപ്പോൾ പ്രാഥമികമായി RTO മനസ്സിലാക്കുന്നത് അത് വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ സംസ്ഥാന സർക്കാരോ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പോ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. ഏതായാലും ഈ കൊടുവള്ളിയിലെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊടുവള്ളിയിലെ ഈ വ്യക്തി RTOയ്ക്കും പോലീസിനും പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊടുവള്ളി ജോയിന്റ് RTO ഈ പരാതി ഇപ്പോൾ RTOയ്ക്ക് കൈമാറുകയും RTO ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി ബന്ധപ്പെട്ട് ഇതിലൊരു അന്വേഷണത്തിന് അനുമതി തേടുകയും ചെയ്തിട്ടുണ്ട്. കാരണം സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ സൈബർ സെല്ലിൻ്റെ സഹകരണത്തോടുകൂടി എങ്ങനെയാണ് ഈ OTP ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, ഏത് ഏജൻസികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്താൻ സാധിക്കുകയുള്ളൂ. ഏതായാലും പ്രാഥമികമായി ഒരു മാഫിയ തന്നെ, ഒരു ഏജൻസി തന്നെ ഇത്തരത്തിൽ തട്ടിപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് സംശയം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു അന്വേഷണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുവള്ളി RTO ജോയിന്റ് RTO ഒരു പരാതി കൊടുത്തിട്ടുള്ളത്. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.